നമസ്കാരം. റെസിഡൻസ് പെർമിറ്റ് കാർഡ് തീർന്നിരിക്കുന്നു. ഇനി എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്? ഷെങ്കൻ രാജ്യങ്ങൾക്കുള്ളിൽ പോകാമോ? ഇന്ത്യയിലേക്ക് തിരിച്ചു പോവാമോ? ഈ പ്രധാനമായ ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ യൂറോപ്പ് വാർത്താ വിഷൻ എപ്പിസോഡിൽ വിശദമായ മറുപടി നൽകുന്നത്. റെസിഡൻസ് കാർഡ് ഇല്ലാതായാലും നിങ്ങൾക്ക് യാത്ര ചെയ്യാമോ എന്നതിൽ എല്ലാം ഇപ്പോഴിതാണ് അറിയേണ്ടത്. സെക്ഷൻ 1. എന്താണ് സംഭവിക്കുന്നത് കാർഡ് തീർന്നാൽ? ടെമ്പററി റെസിഡൻസ് കാർഡിന്റെ കാലാവധി തീർന്നാൽ നിങ്ങൾ റെസിഡൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ പല EU രാജ്യങ്ങളും പാസ്പോർട്ടിൽ അപേക്ഷ സീൽ അല്ലെങ്കിൽ ടെമ്പററി ഒഫൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡോക്യുമെന്റുകൾ നിങ്ങൾക്ക് ആ രാജ്യത്തിനുള്ളിൽ മാത്രം താമസിക്കാനാണ് സാധുവാകുന്നത്. സെക്ഷൻ 2. റിസ്ക് ഉള്ള ഇന്റർനാഷണൽ ട്രാവൽ. പാസ്പോർട്ടിലെ സീൽ മാത്രം ഉപയോഗിച്ച് EU ഷെങ്കൻ രാജ്യങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല. യിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നതും അതിലേറെ അപകടമുള്ളതാണ്. കാരണം എന്താണെന്നാൽ പഴയ കാർഡ് അവസാനിച്ചതിനാൽ നിങ്ങളുടെ റീ എൻട്രി യാത്ര തടയപ്പെടാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 3. ലീഗൽ സേഫ് ഓപ്ഷൻ സ്പെഷ്യൽ ട്രാവൽ പെർമിഷൻ. അഭ്യാപനം. നിങ്ങൾക്ക് റെസിഡൻസ് പുതുക്കലിനായി അപേക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് പ്രത്യേകമായ ട്രാവൽ പെർമിഷൻ നൽകാൻ അപേക്ഷിക്കാം. ഉദാഹരണം, ജർമ്മനിയിൽ ഫിക്ഷൻസ്ബസ്ക്യനിഗൻ എന്ന ഒരു ടെമ്പററി ഒഫൻസ് ഡോക്യുമെന്റ് നൽകുന്നു. ഇതിൽ ചിലത് ജർമ്മനിയിൽ താമസിക്കാനുള്ളത് മാത്രമായിരിക്കും. ചിലത് റീസ് അലൗഡ് ട്രാവൽ പെർമിറ്റഡ് എന്ന നോട്ടോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും EUയിലേക്ക് സേഫ്ലി റീ എൻറ്റർ ചെയ്യാം. സെക്ഷൻ 4. നിങ്ങൾ എന്ത് ചെയ്യണം? 1. നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ ഇമിഗ്രേഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. 2. നിങ്ങളുടെ പേപ്പർ സീൽ യാത്രയ്ക്ക് സാധുവായതാണോ എന്ന് ഉറപ്പാക്കുക. 3. വിമാന കമ്പനിയുമായി മുൻകൂട്ടി ബന്ധപ്പെടുക, അവർ ഈ ഡോക്യുമെന്റ് അംഗീകരിക്കുമോ എന്ന് സ്ഥിരീകരിക്കുക. 4. ആവശ്യമെങ്കിൽ ട്രാവൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അധികമായി അപേക്ഷ നൽകുക. റെസിഡൻസ് കാർഡ് ഇല്ലെങ്കിലും യാത്ര ചെയ്യാൻ ചില സാഹചര്യങ്ങളിൽ നിയമപരമായി പാടുള്ളതാണ്. എന്നാൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, നിങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണ്, അതനുസരിച്ചാണ് നിയമം ബാധകമാകുന്നത്. അതിനാൽ നീങ്ങുന്നതിന് മുമ്പ് അതത് രാജ്യത്തിന്റെ മൈഗ്രേഷൻ ഓഫീസിൽ നിന്ന് കൃത്യമായ അനുമതി ലഭ്യമാക്കുക. ഇതുപോലെ കൂടുതൽ യൂറോപ്പ് സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട വിശ്വാസയോഗ്യമായ വിവരങ്ങൾക്ക് യൂറോപ്പ് വാർത്താ വിഷൻ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ, നിങ്ങളുടെ സംശയങ്ങൾ കമന്റിലൂടെ ചോദിക്കൂ.